തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് വിജയം നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, LDFിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നെഗറ്റീവ് ഉള്ളതുപോലെ തന്നെ ഞങ്ങൾ നടത്തിയ മുന്നൊരുക്കം, ഞങ്ങൾ നടത്തിയ തയ്യാറെടുപ്പ്, ഞങ്ങളുടെ നേതാക്കന്മാരും ഞങ്ങളുടെ ലക്ഷക്കണക്കിന് പ്രവർത്തകരും ആവേശത്തോടു കൂടി എടുത്ത നടപടികൾ, അവർ നടത്തി പ്രവർത്തനം, അവർക്ക് കൂടി ഞാൻ ഈ വിജയം തീർച്ചയായും സമർപ്പിക്കുകയാണ്. ആ മുന്നൊരുക്കങ്ങളാണ്, കൃത്യമായ മുന്നൊരുക്കങ്ങളെയാണ് ഇത്രയും വലിയ വിജയത്തിലേക്ക് എത്തിച്ചത്. എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും അസംബ്ലിയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം കഴിഞ്ഞ 4.5 വർഷമായി തുടർച്ചയായി വിജയിക്കുകയാണ് UDF. അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും ഇത് തന്നെയാണ്, വിജയരഹസ്യം. ആ തയ്യാറെടുപ്പാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ ഞങ്ങൾ നേരത്തെ ആരംഭിച്ചു. വരാനിരിക്കുന്ന മാസങ്ങളിൽ അത് വളരെ ശക്തമാക്കും. സ്ഥാനാർത്ഥികൾക്കൊക്കെ നേരത്തെ ഉണ്ടാകും. അതിൻ്റെ എല്ലാം കൂടിയാലോചനകളും ചർച്ചകളും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൂട്ടായ നേതൃത്വമാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അല്ല, അത് ഓരോ ജില്ലകളിലും നമ്മൾ പ്രത്യേകമായിട്ട് പരിശോധിക്കണം. തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ കോർപ്പറേഷനിൽ ഞങ്ങളുടെ സീറ്റ് ഏകദേശം ഇരട്ടിയാക്കി. ഇവിടെ ഈ സീറ്റ് നിശ്ചയിച്ചതാരാ? ഈ സീറ്റുകൾ ഡിവൈഡ് ചെയ്താരാ? എല്ലാം കോർപ്പറേഷനിൽ CPM നേതാക്കന്മാർ ആണ് വന്നിരുന്നത്. CPM നേതാക്കന്മാരാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് കാണിച്ചത്, ഡീലിമിറ്റേഷനിൽ ക്രമക്കേട് കാണിച്ചത്. സംസ്ഥാനത്ത് ഉടനീളം ചെയ്തു. തിരുവനന്തപുരത്ത് അതെല്ലാം ചെയ്തു. BJPക്ക് ജയിക്കാനുള്ള വഴിയൊരുക്കി കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് CPM ചെയ്തത്. സംശയം എന്താ? പിന്നെ എല്ലാ ജില്ലകളിലും ജയിക്കുമോ? തിരുവനന്തപുരത്ത് നിങ്ങൾ അതേ എങ്ങനെയാണ്? ഗ്രാമപഞ്ചായത്തുകളിലെ മാത്രമല്ലല്ലോ, കോർപ്പറേഷൻ മാത്രമല്ലല്ലോ, ജില്ലാ പഞ്ചായത്തിലെ ഒരു മിനി അസംബ്ലി നടക്കുന്ന പോലത്തെ തെരഞ്ഞെടുപ്പ് ഇവിടെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ്. ഒപ്പത്തിനൊപ്പം ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഒപ്പത്തിനൊപ്പം UDF നിൽക്കുകയാണ്, LDFിൻ്റെ ഒപ്പം. തിരുവനന്തപുരത്ത് പരാജയം ഉണ്ടായെന്ന് അങ്ങേക്ക് എങ്ങനെ വിലയിരുത്താൻ പറ്റും? തിരുവനന്തപുരത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുക. BJP ഒന്നും അല്ലല്ലോ, LDF UDF ഒപ്പത്തിനൊപ്പം നിൽക്കുക. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം എത്ര സീറ്റ് ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് തിരുവനന്തപുരത്തൊക്കെ ഞങ്ങൾക്ക് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? വളരെ കുറച്ച് സീറ്റാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്നൊക്കെയാണ് ഞങ്ങൾ ഈ വൻ വിജയം നേടി ഞങ്ങൾ തിരിച്ചു വരുന്നത്. കോർപ്പറേഷനിലും അതുപോലെ അതിലെല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്ത് കിട്ടാത്ത സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സീറ്റുകളുടെ എണ്ണം ഇരട്ടിയായി. ജില്ലാ പഞ്ചായത്ത് കിട്ടാത്ത സ്ഥലത്തൊക്കെ ഇരട്ടിയായി. നേരത്തെ ഉണ്ടായിരുന്ന കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്ത് എണ്ണത്തിൻ്റെ ഇരട്ടിയായി. ഇപ്പോൾ കൊല്ലത്തൊക്കെ ഞങ്ങൾ സംഘടനാപരമായി, കൊല്ലം കോഴിക്കോട് ജില്ലകളിൽ ഒക്കെ സംഘടനാപരമായി പിന്നോക്കം നിൽക്കുന്ന സ്ഥലങ്ങളാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഞങ്ങൾ തോറ്റിരുന്ന സ്ഥലങ്ങളാണ്. ആ കോഴിക്കോട് ഞങ്ങൾ കോർപ്പറേഷൻ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തിയിരിക്കുകയാണ് ഇപ്പോഴും CPMനെ. ജില്ലാ പഞ്ചായത്ത് ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് കോഴിക്കോട് പോലത്തെ സ്ഥലത്ത്. എത്ര സ്ഥലമാണ് തിരിച്ചു പിടിച്ചിരിക്കുന്നത് അവിടെയെല്ലാം. കൊല്ലത്ത് വലിയ മാറ്റം ഉണ്ടായി, വലിയ മാറ്റം. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം. കൊല്ലം കോർപ്പറേഷൻ UDF ഭരിക്കാൻ പോകല്ലേ. CPMൻ്റെ സ്ഥിതി 3-ാം സ്ഥാനത്താണ്. 3-ാം സ്ഥാനത്ത് ഒരു കോർപ്പറേഷനിലും ജയിക്കില്ല ഭൂരിപക്ഷം. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല ഒരു സ്ഥലത്തും CPMന്. ഞങ്ങൾ വൻ ഭൂരിപക്ഷം നേടിയിരിക്കുന്ന 3 സ്ഥലത്തെ ഞങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയേ. കണ്ണൂരും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെ ഞങ്ങളുടെ ഭൂരിപക്ഷം നോക്കിയേ. ഇപ്പോൾ ഒരു കേന്ദ്രമന്ത്രി തൃശ്ശൂർ ക്യാമ്പ് ചെയ്ത് വർക്ക് ചെയ്താണ്. അവിടെയൊക്കെ ഞങ്ങൾ നേടിയ വിജയം അവർക്ക് 2 പേർക്ക് കൂടി കിട്ടിയേക്കണ സീറ്റിനേക്കാൾ കൂടുതൽ സീറ്റുണ്ട്. CPMനും BJP കൂടി കിട്ടിയേക്കണേക്കാൾ കൂടുതൽ സീറ്റ് തൃശ്ശൂർ ടൗണിൽ ഇല്ലേ? തൃശ്ശൂർ ടൗണിൽ, തൃശ്ശൂർ കോർപ്പറേഷനിൽ UDFനുണ്ട്. പിന്നെ കണ്ണൂർ, മലബാർ ഞങ്ങൾ അടിച്ച് CPM കാണാനില്ല പല ജില്ലകളിലും. ഇപ്പോൾ 33 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുള്ള മലപ്പുറത്ത് 32 ജയിച്ച UDF, 27 എറണാകുളത്ത് 25 ഏതോ 1-2 സീറ്റ് ചോദിച്ചു. ഇടുക്കിയിൽ, മധ്യ തിരുവിതാംകൂറിലേക്കും ഞങ്ങൾ അതിശക്തമായ തിരിച്ചുവരവാ ഞങ്ങൾ നടത്തിയിരിക്കുന്നത്. കോട്ടയം എന്തായിരുന്നു കഴിഞ്ഞ അസംബ്ലി? ഇതിപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2016-ലെയും 2021-ലെയും തുടർച്ചയായ 2 അസംബ്ലി തിരഞ്ഞെടുപ്പുകളിലെ തോൽവിക്ക് ശേഷം ഉള്ള അതിശക്തമായ UDFൻ്റെ ഒരു തിരിച്ചുവരവ് കൂടിയാണ്. കോട്ടയം ജില്ലയ്ക്ക് എന്താ വിജയം? 25-ൽ 16 സീറ്റാണ് ജില്ലാ പഞ്ചായത്തിലേക്കൊക്കെ നമ്മൾ നേടിയിരിക്കുന്നത്. ഞങ്ങളുടെ മുന്നണിയിലുണ്ടായിരുന്ന ഒരു കക്ഷി അപ്പുറത്തേക്ക് പോയിട്ട് പോലും ഇപ്പോൾ ഞങ്ങൾക്ക് ആ വിജയം, വലിയ വിജയം കോട്ടയത്ത് നേടാൻ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിലെ വിജയം, കൊല്ലത്തും തിരുവനന്തപുരത്തും ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം
എറണാകുളത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഏകപക്ഷീയമായ മുന്നേറ്റം, എറണാകുളം മലപ്പുറം ജില്ലകളിൽ ഏകപക്ഷീയമായ മുന്നേറ്റമാണ്. എതിരാളികളെ കാണാൻ പോലുമില്ല. അല്ല, അങ്ങനെയൊന്നും ഞാൻ ഒരു കക്ഷികളെയും നമ്മൾ അങ്ങനെയൊന്നും വിലയിരുത്താൻ പാടില്ല. അല്ല, അതുകൊണ്ടെന്താ കാര്യം? അത് നമ്മൾ വിജയിക്കുമ്പോൾ നമുക്ക് സന്തോഷം, മനസ്സിലായി? അത് ആരും ചെറുതായി കാണണ്ട. ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ജയിക്കുമ്പോൾ അഹങ്കാരം പറയില്ല, തോക്കുമ്പോൾ തോപ്പിച്ച ആളുകളെ ചീത്തയും വിളിക്കില്ല. ഇതുപോലെ ഇപ്പോൾ CPM പറഞ്ഞ പോലെ നമുക്ക് ജയിക്കുമ്പോൾ നമ്മൾ കുറേ കൂടി വിനയാന്വിതരായി ഞാൻ എപ്പോഴും പണ്ട് പറഞ്ഞിരുന്നതാണ്, തോൽവി മാത്രം പഠിച്ചാൽ പോരാ, വിജയവും കൂടി പഠിക്കണം. അത് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മുടെ പാർട്ടി കമ്മിറ്റികളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ഈ വിജയത്തെക്കുറിച്ച് ഞങ്ങൾ വളരെ വിശദമായി നമ്മൾ പഠിക്കും. അപ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നത്. അല്ല, അതൊന്നും നമുക്ക് സംസാരിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ.